വളരെ കൃത്യമായി വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. താങ്കൾ? എന്റെ പേര് നൌഷാദ്. നൌഷാദ് എവിടെ താമസിക്കുന്നു? ഞാൻ ഫോർട്ട് കൊച്ചിയിൽ. നൌഷാദിന് എന്താ സംഭവിച്ചത്? എന്താ ഗൾഫിലായിരുന്നു? ഞാൻ എത്ര വർഷം? ഞാൻ ഒരു 12.5 വർഷം വരെ ഗൾഫിലായിരുന്നു. ഞാനൊരു 4 വർഷം ഗൾഫിൽ നിന്നിട്ട് വെക്കേഷൻ വന്നത്. വെക്കേഷൻ വന്ന് ആലോചിച്ച് 2 മാസത്തെ ലീവല്ലേ, ഗൾഫുകാരുടെ അവസ്ഥ അറിയാലോ സാർ. 2 മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓടിപ്പടഞ്ഞ് ഇങ്ങനെ ഒന്നും അന്വേഷിച്ചൊന്നുമില്ല. ഒരു പെൺകുട്ടിനെ കണ്ടു, എന്റെ അമ്മ പറഞ്ഞു ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെ അത് കല്യാണം കഴിച്ച് 23 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയി ഒരു 6 മാസം കഴിഞ്ഞപ്പോ തന്നെ വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. കല്യാണം കഴിഞ്ഞ് പോയി 1 വർഷം കഴിഞ്ഞപ്പോ നാട്ടിൽ വന്നു സെറ്റിലായി ഒരു 2 വർഷം വരെ ഞാൻ ഇവിടെ ജീവിച്ചു. അതിനിടയ്ക്ക് ഒരു കൊച്ചു ജനിച്ചു, 1 വയസ്സായി. അപ്പൊ എനിക്ക് പിന്നെ വർക്ക് കുറഞ്ഞു വിടാം, പറഞ്ഞത്ര സാലറിയും എല്ലാം ഒന്നും കിട്ടിയില്ല ഇവിടെ. അപ്പൊ ഗൾഫിൽ കൂട്ടുകാരെ വീണ്ടും എനിക്ക് വിസ അയച്ചു തന്നു. എന്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, പക്ഷെ നീ തിരിച്ചിങ്ങാട് വാ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് അപ്പൊ ഇവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ അമ്മന്റെ കൂടെ നിൽക്കൂല, അവൾ അമ്മയുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അമ്മന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെ അവളെ ഇഷ്ടത്തിനാണെങ്കിൽ അങ്ങനെ നിന്നോ, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ. അങ്ങനെ പിന്നെ അവളെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കി. അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയി ഒരു വർഷം കഴിഞ്ഞപ്പോ മുതല് പല ആളുകളും വിളിച്ചിട്ട് എന്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, വൈഫ് ഇങ്ങനെ വേറെ അപ്പൊ മൊബൈൽ ഇറങ്ങുന്ന ടൈമാണ്, മൊബൈൽ വേണോന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ വൈഫല്ലേ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിലിരുന്ന് എനിക്ക് ബോറടിക്കണ്, ഞാൻ വല്ല തയ്യലിനെന്തെങ്കിലും പോയിക്കോട്ടെ, എനിക്ക് തയ്യൽ കുറച്ചറിയാം. ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേരല്ലേ വീട്ടിൽ അടച്ചിട്ട് ഇരുത്തണ്ടല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഒരു തയ്യൽക്ക് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, മാസം പേ ചെയ്തോളാം, നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ആൾക്കാർ ഓരോന്ന് പറയാൻ തുടങ്ങി. പിന്നെ വൈഫും ഒരാളുമായിട്ട് അവിടെ നിന്ന് സംസാരിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് എന്റെ അങ്കിളിന്റെ ഫ്രണ്ടാണ്, എന്റെ അമ്മയുടെ കൂട്ടുകാരത്തെ ഒരു ദിവസം ഒരു ഇടവഴിയിൽ വെച്ച് ഇവർ രണ്ടുപേരെയും കണ്ട്. അമ്മയുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണ് അമ്മ അറിയണം. അപ്പൊ അമ്മ എന്റെ പറഞ്ഞില്ല, വിഷമിക്കണ്ടല്ലാന്ന് വെച്ചിട്ട്. പിന്നെ ഇതേമാതിരി വേറൊരു സ്ഥലത്ത് വെച്ച് വേറൊരാൾ ഇവിടെ മൊബൈലിൽ ഇറങ്ങുന്ന ടൈമാണ്, മൊബൈലിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് ബസ്സിലിരുന്നിട്ട് വേറൊരാൾ കണ്ടിട്ട് അമ്മന്റെ അടുത്ത് പറഞ്ഞു പോക്ക് ശരിയല്ല എന്നാണ് കണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് പ്രൈവറ്റ് കോൾ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു നൌഷാദ് അല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെ തന്റെ വൈഫുള്ള വീട്ടിൽ രാത്രി ഒരാൾ കയറുന്നുണ്ട്, ഇങ്ങനെ രാത്രി 2 മണിയാകുമ്പോ ഞാൻ ഇങ്ങനെ വർക്കിന് പണിക്ക് പോകാൻ നേരത്ത് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ പറയില്ല, അതൊക്കെ അസൂയക്കാര് പറഞ്ഞാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഡൗട്ടായി, ഞാൻ കൂട്ടുകാരെ വീട്ടിൽ ഇങ്ങനെ സംഗതി ശരിയാണ്. ഞാനപ്പോ ഇതെല്ലാം പോട്ടെ ക്ഷമിക്ക, എനിക്കും ഞാനിവിടെ ഗൾഫില്ല. അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് എന്താണ് പൈസ മാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ 3 മാസം അവള് ചോക്ലേറ്റ് വേണം, പിന്നെ കൊച്ചുണ്ടല്ല, പിന്നെ അത് വേണം ഇത് വേണം എല്ലാം ഞാൻ 3 മാസം കൂടെ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട്, 20 കിലോ. ഞാൻ പറഞ്ഞ കാശ് അയച്ചു തന്നിട്ട് നിനക്കെല്ലാം ചെയ്യണം. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു അത് മാത്രം പോരല്ലാന്ന്. സാധാരണ എന്തോരം ഗൾഫുകാര് ഗൾഫിൽ പോയിട്ട് ഭാര്യമാര് ഇവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ കൂട്ടുകാര് പറഞ്ഞു ഏതായാലും ക്ഷമിക്ക്, നീ ചെന്നിട്ട് സെറ്റിൽ ചെയ്തിട്ട് നീ നാട്ടിൽ തന്നെ നിൽക്ക്, എന്തെങ്കിലും വർക്കൊക്കെ റെഡിയാക്കിയിട്ട് എന്തെങ്കിലും ശരിയാക്കിയിട്ട് നാട്ടിൽ നിൽക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞ നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് എന്താ ഞാൻ സോൾവ് ചെയ്യാം. ഈ പ്രകടമായിട്ട് ഭാര്യ ഇറങ്ങി പോവാണെന്ന് എപ്പോഴാണ് താങ്കളോട് പറയുന്നത്? പറഞ്ഞില്ല. ഞാൻ പറയാതെ ഇറങ്ങിപ്പോയത്. ഞാൻ നാട്ടിലേക്ക് വരണം എന്നുള്ള വിവരം എങ്ങനെയോ പുള്ളിക്കാരത്തി അറിഞ്ഞു. ഞാൻ ആരടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ എങ്ങനെയോ അറിഞ്ഞു പുള്ളിക്കാരത്തി. അപ്പൊ താങ്കൾ വരുമ്പോഴത്തേനും അവര് പോയി? ഞാൻ വരുമ്പോഴത്തെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ മൊത്തം കൊണ്ടുപോയി എന്റെ ഭർത്താവായിട്ട്. അപ്പൊ അയൽവാസി പറയണ്ട. അപ്പൊ ഞാൻ വേറെ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് അവളെ അമ്മയും സപ്പോർട്ട് ഉണ്ട്. അവളെ അമ്മയുടെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മതി, ഞാനിങ്ങനെ ഒരു സംഭവം പറഞ്ഞു. അത് സംശയം. ഞാൻ എപ്പോ വിളിക്കണം മൊബൈൽ ബിസി എനി ടൈം വിളിച്ചാൽ ബിസി. അപ്പൊ ഞാൻ ചോദിക്കാം എന്താണ് ബിസി? അത് അവര് വിളിച്ചാൽ മോന്റെ മൊബൈൽ കംപ്ലൈന്റ് ആയിരിക്കും, കൊച്ചെടുത്ത് മൊബൈൽ എറിഞ്ഞ് 2-3 തവണ മൊബൈൽ അയച്ചു കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് അവനിക്കാ കൊടുക്കണം മൊബൈല് കൊച്ചെടുത്ത് വെള്ളത്തിലിട്ടെന്ന് പറയാം. താങ്കൾ വരുമ്പോ വീട്ടിലൊന്നുമില്ല? എന്റെ ഷർട്ടും ഡ്രസ്സും ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ട് ഞാൻ അങ്ങാട് ശ്രീധനം കൊടുത്തിട്ടാ കെട്ടിയ. സാധാരണ എല്ലാരും ഇങ്ങാട് ശ്രീധനം മേടിച്ചിട്ടാ കെട്ടണം, മനസ്സിലായി? അവർ പാവപ്പെട്ട വീട്ടിൽ ഞാൻ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് സമ്പാദിച്ച എന്റെ സ്വർണവും കാശും ഇതെല്ലാം. പിന്നെ അതുമല്ല വെഡിങ് ആനിവേഴ്സറി വരുമ്പോ ഞാൻ പിന്നെ അത് വേണോന്ന് പറയുമ്പോ കൈച്ചെയിന്, അതേമാതിരി പിന്നെ റിങ്, ഓരോ വർഷത്തില് വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ എല്ലാം വരുമ്പോ ഞാൻ ഇങ്ങനെ ഓരോ സ്വർണം സാധനങ്ങളെല്ലാം അവൾക്ക് അയച്ചു കൊടുക്കും. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു 5 പവന്റെ മാല വേണമെന്ന് പോകാനുള്ള ആ സിറ്റുവേഷന്റെ ആ ടൈമിന്. എനിക്ക് മനസ്സിലായി എനിക്കിട്ട് കപ്പ് വരാനാണെന്ന്, മനസ്സിലായോ? ഞാൻ പറ അവിടെ നിൽക്കട്ടെ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറ 5 പവന്റെ മാല ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വരുമ്പോ നിനക്ക് വരുമ്പോ അതിന്റെ തകഴ്ത്തി തന്നെ ഇട്ട് തരാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞേക്കാളും മുമ്പ് തന്നെ പുള്ളിക്കാരത്തി പോയി. താങ്കൾ 5 പവൻ വേണ്ടാന്ന് വെച്ചു.
ഇപ്പൊ അവരൊന്നിച്ച് താമസിക്കുകയാണ് സുഖകരമായിട്ട്. ഒന്നിച്ചാണ് താമസിക്കുക. അവിടെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട്. ആ. അതിന്റെ ഇടക്ക് പിന്നെ അവൻ ഉറക്കഗുളി കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഉറക്കം പോയ പുള്ളിയുടെ പുള്ളിന്റെ ഉറക്കം പോയിട്ട് ഉറക്കഗുളി എന്താ കഴിച്ചു ഹോസ്പിറ്റലൊക്കെ ആയെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു കൊച്ചുണ്ട്, കൊച്ചിനെ ഞാൻ ഇടക്ക് പോയി കാണാറുണ്ട്. അല്ല അപ്പൊ അവരെങ്ങനെ കൊച്ചിനെ കാണാൻ അനുവദിക്കുന്നുണ്ട്? അവരില്ല, ഞാൻ കേസിൽ പോയി. പിന്നെ കേസിന് പോയിട്ട് ഞാൻ പിന്നെ ആക്സിഡന്റ് ഒക്കെ ആയി. പിന്നെ അങ്ങനെ പിന്നെ വീട്ടിൽ അപ്പൊ അവരുടെ ഇത്തിരി കൂടോത്രത്തിന്റെ ആൾക്കാരൊക്കെ. കൂടുപാത്രം എന്ന് കേട്ട ഹാലിളകുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അവര് അങ്ങനെയുള്ള ആളെ. ഞാൻ കേസിന് പോയപ്പോ എനിക്ക് 2 തവണ ആക്സിഡന്റ് ആയി. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ആ കുട്ടി താങ്കളെ വിട്ടു പോകാനായിട്ട് താങ്കൾ കണ്ട കാരണം എന്താണ്? അവള് പറഞ്ഞല്ല പൈസയും മറ്റുള്ള സാധനങ്ങളും മാത്രം പോരല്ല എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഉറപ്പാണ് ഈ പറയുന്ന അല്ല. അതിന്റെ അർത്ഥം എന്താണ്? 24 മണിക്കൂർ വേണമെന്നാണ്. അല്ലാതെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് മലയാളം മനസ്സിലാവത്തില്ല, അറിയാൻ ഞാൻ മിണ്ടുന്നില്ല സാർ, ഞാൻ മിണ്ടിയ കുറ്റവാളിയാണ്. നേരത്തെയും പറഞ്ഞു. റെഡി. ഈ ലൈംഗികത എന്നുള്ളത് മാത്രമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ഒരു സ്ത്രീ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നതും ആ ഒരു ഇമോഷണൽ സപ്പോർട്ട്. അപ്പൊ അത് ഈ പറയുന്ന താങ്കൾ ഗൾഫിലിരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും ഗൾഫിൽ? അല്ല അതാണ് പ്രശ്നം. ഈ പറയുന്ന സാഹചര്യം കോടാനകോടി ജനങ്ങൾ വിദേശത്തില്ലേ? അല്ല, കോടാനകോടി ജനങ്ങൾ വിദേശത്തില്ലേ? അത് അവിടെയാണ് ഈ പറയുന്ന എല്ലാവർക്കും ഇമോഷൻ കൊടുക്കാൻ പറ്റുമോ? വല്ല കൊറിയർ അയക്കാൻ പറ്റുമോ? അല്ല ഈ